ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ഇത് ആരുടെ ഡയലോഗാണെന്ന് മിക്കവാറും അറിയാവുന്നവർക്കൊക്കെ മനസ്സിലായി കാണും. ഇത് നമ്മുടെ മിറാക്കിൾ ഫാം ഹൗസ് എനിക്ക് അയച്ചു തന്നിരിക്കുന്ന ഒരു ഗിഫ്റ്റാണ്. അപ്പം ഗിഫ്റ്റ് പ്ലാന്റാണ്. ഞാൻ കുറച്ച് നാളായിട്ട് കുറച്ച് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, കൃഷി സംബന്ധമായ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് കിട്ടുന്ന ഒരു അംഗീകാരമാണിത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ടെന്നും വളരെ നന്നായിട്ടുണ്ടെന്നും ഒക്കെ പറഞ്ഞ് മിറാക്കിൾ ഫാമിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഫ്രൂട്ട്സ് പ്ലാനും കൂടെ ചെയ്യാനെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇതിനൊക്കെ മുമ്പേ ഞാൻ അവിടുന്ന് കുറേ പ്ലാന്റ്സുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ പാക്കിങ് നമുക്ക് എടുത്തു പറയേണ്ട ഒന്നാണ്. നല്ല രീതിയിലാണ് അവിടുത്തെ പാക്കിംഗ് ഒക്കെ. അപ്പോൾ നമ്മുടെ പ്ലാന്റ്സൊക്കെ നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നേരത്തെ ഞാൻ വാങ്ങിച്ചപ്പോഴും നല്ല രീതിയിൽ പാക്ക് ചെയ്ത് നല്ല ഫ്രഷ് ആയിട്ട് തന്നെയാണ് നമ്മുടെ കയ്യിൽ കിട്ടിയത്. അപ്പോൾ അതൊരു വലിയൊരു കാര്യം കേട്ടോ. നമുക്ക് പ്ലാന്റ്സൊക്കെ വാങ്ങിക്കുമ്പോഴും ഡാമേജ് ഒന്നും ആകാതെ നമ്മുടെ കയ്യിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. കൃഷിക്കാരെ സംബന്ധിച്ച് അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇതുപോലെ വിത്തുകൾ, തൈകൾ, ഇതേപോലെ പഴച്ചെടികളൊക്കെ കിട്ടുന്ന അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത്. പാക്കിംഗ് ഒക്കെ വളരെ അടിപൊളിയായിട്ടാണ്. ഇതൊരു ഈജിപ്ഷ്യൻ അത്തിയാണേ. അടുത്ത പ്ലാന്റ് റെഡ് ഡയമണ്ട് പേരയാണ് കേട്ടോ. അത് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പേര് കാണാവോ? അടുത്ത പ്ലാന്റ് ഇത് കണ്ടോ, നമ്മുടെ ബാരി സീറ്റ് ഓറഞ്ചാണ് കേട്ടോ. അപ്പോഴാണ് നമുക്ക് 3 പ്ലാന്റാണ് അയച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്ലാന്റ് അയച്ചു തന്നതിനോടൊപ്പം തന്നെ നമുക്ക് അത് വെക്കാനുള്ള പോട്ടും കൂടി അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പ്ലാന്റ് വെക്കാനുള്ള വലിയ ടൈപ്പിലുള്ള പോട്ടാണ് ഇത് എയർപോർട്ടെന്ന് പറയും. അപ്പോൾ ഈ എയർപോർട്ടിൻ്റെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഈ എയർപോർട്ട് ഞാൻ വാങ്ങിയ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ വാങ്ങിയത് ഈ മിറാക്കിൾ ഫാമിൽ നിന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്ത് എൻ്റെ പ്ലാന്റൊക്കെ നന്നായിട്ട് വളരുന്നുണ്ട്. അപ്പോൾ അതേ എയർപോർട്ടാണ് ഇപ്പം നമ്മൾ ഗിഫ്റ്റായിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് പോട്ടിൻ്റെ രൂപത്തിലാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് മിക്കവാറും എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ വയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ സെറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. പ്ലാന്റിൻ്റെ വേര് നല്ല ആരോഗ്യത്തോടെ വളരാനൊക്കെ ഏറ്റവും നല്ല ഒരു പോട്ടാണ്. ഇതിന് എയറൊക്കെ നന്നായിട്ട് എയർ കിട്ടും, പ്ലാന്റിന് നന്നായിട്ട് എയർ കിട്ടും. അതേപോലെ തന്നെ പെട്ടെന്ന് നല്ല വളർച്ചയുണ്ടാകും പ്ലാന്റിന്. ഈ കാണുന്നതാണ് ഈ പോട്ടിൻ്റെ ബേസ്. അപ്പോൾ ഇത് നമുക്ക് സെറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇതേപോലെ നമുക്ക് എടുത്തിട്ട് നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് നോക്കാവേ. ഇതേപോലെ ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുത്തിട്ട് പയ്യെ ഒന്ന് ഈ ഷീറ്റൊന്ന് കറക്കി കൊടുക്കുമ്പോഴത്തേക്കിന് ഇതുപോലെ നമുക്കിത് സെറ്റായി കിട്ടും. ഇതേപോലെ തന്നെ ആ ക്ലിപ്പ് കൂടെ 2 സൈഡിലും കൂടി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കിന് 2 സൈഡിലും പിന്നെ ഇടയ്ക്കും കൂടെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കിന് പോട്ട് നല്ല സെറ്റായിട്ട് കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് ഈ എയർപോർട്ടിനകത്ത് നമുക്ക് ആവശ്യം പോലെ അതിൻ്റെ വളങ്ങളൊക്കെ നിറച്ചിട്ട് നമുക്ക് തൈകൾ നട്ടു കൊടുക്കാവേ. ഇതേപോലെ തന്നെ നമുക്ക് ഈ ക്ലിപ്പുകൾ കറക്കിതാ അതിനുള്ളിലേക്ക് കൊടുക്കുമ്പോൾ തന്നെ അത് സെറ്റായി കിട്ടും. അപ്പം കണ്ടോ, ഇതേപോലെ ക്ലിപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. മുകളിലും ഇട്ട് കൊടുക്കാം, ഇടയ്ക്ക് ഒരെണ്ണം കൂടി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കിന് പോട്ട് ക്ലിയർ ആവുമേ. ഇതേപോലെ നമ്മൾ 3 പോട്ടും സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു പ്ലാന്റ് ഒന്ന് നടാവേ. ആദ്യമായിട്ട് നമുക്ക് ഈ പോട്ടിൻ്റെ അടിഭാഗത്തായിട്ട് കുറച്ച് കരിയില നമുക്ക് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ഒരുവിധം നനഞ്ഞ് പൊടിഞ്ഞ കരിയിലയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇതിപ്പോൾ നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട്, വലുതായിട്ട് പൊടിഞ്ഞിട്ടില്ല. അപ്പോൾ ആ കരിയിലയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു അരഭാഗത്തോളം നമുക്ക് കരിയില ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ കരിയില അരഭാഗത്തോളം ഇട്ടാൽ തന്നെ കുറച്ച് മണ്ണൊക്കെ ആകുമ്പോഴത്തേക്ക് അടിയിലോട്ട് തറഞ്ഞ് പൊക്കോളും. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ അതേപോലെ കരിയില അതിനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മണ്ണിര കമ്പോസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും ഒരു പാത്രത്തിന് 1/4 ഭാഗത്തോളം നമ്മൾ വീണ്ടും മണ്ണിര കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അരഭാഗത്തോളം കരിയില ഇട്ടതിൻ്റെ പിന്നെ 3/4 ഭാഗത്തോളം മണ്ണിര കമ്പോസ്റ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് അതിൻ്റെ പുറത്തോട്ട് നമുക്ക് ഈ ചെടി വെച്ച് കൊടുക്കാവേ. അതിന് ശേഷം മണ്ണിര കമ്പോസ്റ്റും മണലും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത പോട്ടി മിക്സാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്.
അപ്പം എല്ലുപൊടി വേണമെങ്കിൽ 1-2 സ്പൂൺ എല്ലുപൊടിയും കൂടെ നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇതിനകത്ത് ഇപ്പോൾ എല്ലുപൊടി ചേർത്തിട്ടില്ല, ഒന്ന് വേര് ഉറച്ച് കഴിഞ്ഞിട്ട് ചേർക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ചെടി നട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ചെടി വളരുന്നതിനനുസരിച്ച് ആവശ്യമുള്ള വളങ്ങളും കൂടി നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വേണ്ടിയാണ് ആ കുറച്ച് സ്ഥലം ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓരോ ഘട്ടം കഴിയും തോറും നമുക്ക് ആവശ്യമുള്ള വളങ്ങളും ചേർത്ത് കൊടുക്കാവേ. അപ്പം നമ്മുടെ ചെടിയൊക്കെ ഏകദേശം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പ്ലാന്റ് സ്നേഹപൂർവ്വം അയച്ചു തന്ന മിറാക്കിൾ ഫാമിനോട് നന്ദിയും സ്നേഹവും അറിയിക്കും.